സിന്ദൂരരേഖ ഭാഗം 51. തറവാട്ടിൽപ്പെടുന്ന മൂത്ത കാരണവരുടെ മകളാണ് ഈയൊരു ചടങ്ങ് ചെയ്യേണ്ടത്. അതിൽ വിവാഹം കഴിഞ്ഞു വരുന്ന സ്ത്രീകൾ പെടില്ല. തറവാട്ടിൽ തന്നെയുള്ളവരായിരിക്കണം, പതിവ്രത ശുദ്ധിയുള്ളവർ. തീയതി അനുസരിച്ച് മേടമാസത്തിലാണ് ഉത്സവത്തിൻ്റെ തീയതി തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ തറവാട്ടിൽ ഇപ്പോൾ ആ ചടങ്ങുകളൊക്കെ ചെയ്യേണ്ടത് ഞാനാണ്. ഞാൻ ജനിച്ചത് പിന്നെ ചടങ്ങുകളൊക്കെ ചെയ്തിരുന്നതും ഞാൻ തന്നെയായിരുന്നു. കാരണം ആ സമയത്ത് തറവാട്ടിലെ ഏക പെൺതേരി ഞാനായിരുന്നു. ഇനി അടുത്ത തലമുറയിൽ പെടുന്ന പെൺകുട്ടികൾ അവിടെ ഉത്സവം നടത്തണമെങ്കിൽ ഞാൻ മരിക്കണം. അതുകൊണ്ട് ദേവേട്ടൻ്റെ കൂടെ പോന്നു കഴിഞ്ഞതിൽ പിന്നെ അവിടെ ശരിയായ രീതിയിൽ ഉത്സവം നടക്കാത്തതിൻ്റെ കാരണം അതാണ്. അമ്മ പറയുന്നത് അമ്മാളു ആവേശത്തോടെ കേട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയും നാളും ഉത്സവം നടത്താതിരുന്നിട്ട് അവിടെ പ്രശ്നമൊന്നും ഉണ്ടായില്ല അമ്മേ? തറവാട്ടിലുള്ളവർക്കൊക്കെ പ്രശ്നം ഉണ്ടായി കാണും. അതായിരിക്കുമല്ലോ ഇപ്പോൾ ഉത്സവം നടത്തണമെന്ന് പറഞ്ഞത്. അതിന് അമ്മാളു ഒന്ന് ആലോചനയോടെ മൂളി. മനു ഇതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന രീതിയിൽ അതൊന്നും കാര്യമാക്കാതിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും തറവാട്ടിലേക്ക് പോകണോ? അങ്ങോട്ട് പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല എങ്കിലും അമ്മയുടെ തീരുമാനം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അമ്മാളു അല്പം കാര്യമായി തന്നെ ചോദിച്ചു. ഉണ്ണി കൂടി വരട്ടെ, എന്നിട്ട് വേണം തീരുമാനിക്കാൻ. മനു അത് കേട്ടപ്പോൾ അപ്പം തന്നെ എഴുന്നേറ്റ് മുകളിലേക്ക് നടന്നു പോയിരുന്നു. അമ്മ. അവൻ എഴുന്നേറ്റ് പോയത് കണ്ടതും അമ്മാളു അമ്മയെ പതിയെ വിളിച്ചു. അവളുടെ വിളി കേട്ടതും അമ്മ എന്താണെന്ന രീതിയിൽ അവളെ നോക്കി. തറവാട്ടിലേക്ക് വരാൻ എനിക്കും താല്പര്യമില്ല അമ്മേ. അല്പം പതിഞ്ഞ ശബ്ദത്തിലാണ് അമ്മാളു അത് പറഞ്ഞത്. അതെനിക്കറിയാം മോളെ. എന്തായാലും എല്ലാവരുമായിട്ട് തറവാട്ടിലേക്ക് പോകുന്നത് നടക്കുന്ന കാര്യമല്ല. ഉണ്ണിയും സമ്മതിക്കില്ല, മനുവിനെ ഒട്ടും സമ്മതിക്കില്ല. എങ്കിലും ഉത്സവം നടക്കണമെങ്കിൽ ഉത്സവം നടക്കുന്ന 7 ദിവസങ്ങളിലും ഞാൻ തറവാട്ടിൽ തന്നെ വേണം. 7 ദിവസമോ? അമ്മ പറയുന്നത് കേട്ടതും അമ്മാളു ഞെട്ടലോടെ തിരികെ ചോദിച്ചു. 7 ദിവസമാണ് ഉത്സവം. അതിൽ 7 ദിവസവും ഞാൻ അവിടെ തന്നെ വേണം. അപ്പോൾ ഇത് അത്രയും വലിയ ഉത്സവമാണോ? ഞാനൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ്റെ മൂത്ത പെങ്ങളായിരുന്നു ചടങ്ങുകളൊക്കെ ചെയ്തിരുന്നത്. ആ സമയത്ത് ആനയും കൊട്ടും കുരവയൊക്കെ ആയിട്ട് 7 ദിവസം ശരിക്കും ഉത്സവം നടക്കുന്നത് പോലെ തന്നെയായിരുന്നു. പിന്നീട് ആനയൊക്കെ വരുന്നതൊക്കെ കുറഞ്ഞു. ഉത്സവം തറവാട്ട് വീട്ടുകാർ മാത്രമുള്ളതായി ഒതുങ്ങി. എങ്കിലും തറവാട്ടിലുള്ളവർക്കും ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്നവർക്കും 7 ദിവസം എന്ന് പറയുന്നത് അത്രയേറെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ തന്നെയാണ്. ആ ദിവസങ്ങളിൽ എല്ലാവിധത്തിലും നോൻപൊക്കെ എടുത്ത് അതീവ ശുദ്ധിയോടെ വ്രതം നോറ്റ് വേണം നമ്മൾ ഉത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അമ്മാളു അമ്മ പറയുന്നതെല്ലാം കണ്ണുമിഴിച്ച് അത്ഭുതത്തോടെ കേട്ടിരിക്കുമായിരുന്നു. അവൾക്ക് അതെല്ലാം പുതിയ അറിവുകളായിരുന്നു. അച്ഛൻ പറഞ്ഞ് ഉത്സവത്തിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, എങ്കിലും അതിത്രയും പ്രാധാന്യമുള്ളതും 7 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്നതുമാണ് എന്നൊക്കെ ഇപ്പോഴാണ് അവൾ അറിഞ്ഞത്. നിന്റെ കെട്ടിയോ മുകളിലേക്ക് കയറി പോയിട്ടുണ്ട്. ദേഷ്യത്തോടെയാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ സംസ്കൃതി പറയുന്നതൊക്കെ അനുസരിച്ച് തുടങ്ങിയിട്ടുണ്ട്. പോയിട്ടൊന്ന് തണുപ്പിക്കാൻ പറ്റുമോ നോക്ക്. സംസാരത്തിനൊടുവിൽ അമ്മ അവളെ കളിയാക്കി പറഞ്ഞതും അവൾ അമ്മയെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അമ്മ അങ്ങനെ പറഞ്ഞതും അമ്മയെ ഒന്ന് കുറുമ്പോടെ നോക്കി മുകളിലേക്ക് കയറിപ്പോകുന്ന അമ്മാളുവിനെ അമ്മ തെല്ലൊരു പുഞ്ചിരിയോടെ തന്നെയാണ് നോക്കി നിന്നത്. അന്നേരം അമ്മാളു എടുത്ത തീരുമാനവും താനെടുത്ത തീരുമാനവും തെറ്റിപ്പോയിട്ടില്ല എന്ന് മനസ്സിലെവിടെയോ അമ്മയ്ക്ക് തോന്നിയിരുന്നു. അമ്മാളുവിൻ്റെയും മനുവിൻ്റെയും ജീവിതത്തിൽ ഇനിയൊരിക്കലും ഒരു തടസ്സമോ ബുദ്ധിമുട്ടോ ഉണ്ടാകരുതെന്ന് അവർ മനസ്സിൽ ഭഗവതിയോട് പ്രാർത്ഥിച്ചു. അമ്മാളു പാട്ടൊക്കെ പാടി മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ മനു മുറിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ആഹാ, എന്താ ആത്മാവിലേക്ക് പോയില്ലേ? അവനെ കളിയാക്കിക്കൊണ്ട് അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് അവൾ മുറിക്കകത്തേക്ക് കയറിയത് തന്നെ. അവളുടെ ആ ചോദ്യം കേട്ടതും അവൻ മുഖമുയർത്തി അവളെ ദേഷ്യത്തിലൊന്ന് നോക്കി. ഓ വന്നോ? ഞാൻ കരുതി ഇപ്പോൾ തന്നെ മാണിക്കശ്ശേരി തറവാട്ടിലേക്ക് നീ കെട്ടിയെടുക്കുമെന്ന്. തിരികെ അവളെ കളിയാക്കിക്കൊണ്ട് അവനും പറഞ്ഞു. അവൻ്റെ സംസാരം കേട്ടതും അവളും അവനെ ദേഷ്യത്തിൽ നോക്കി. അതിന് ഞാൻ അങ്ങോട്ട് പോകണമെന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഓ പറയണ്ട. തറവാട്ടിലെ കഥകളും ഉത്സവത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആവേശത്തോടെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടായിരുന്നല്ലോ. അത് ഞാൻ അമ്മ ഉത്സവത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഒരാകാംക്ഷ തോന്നിയിട്ട് ചോദിച്ചതല്ലേ? ആ അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. നിന്റെ ചോദ്യമൊക്കെ കേട്ടപ്പോൾ ഞാൻ കരുതി ഇപ്പം തന്നെ തറവാട്ടിലേക്ക് കെട്ടിയെടുക്കുമെന്ന്. മനുവേട്ടാ, അവൾ ദേഷ്യത്തോടെ അവനെ വിളിച്ചു. നിനക്ക് തറവാട്ടിലേക്ക് പോകണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോവാം, പക്ഷേ അങ്ങോട്ട് വരുമെന്ന് എന്നെ പ്രതീക്ഷിക്കരുത് കേട്ടോ. മനു അങ്ങോട്ട് വരില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തീർത്തും പറഞ്ഞു. അവൻ്റെ ആ ഒരു സംസാരത്തിൽ അവളുടെ ഉള്ളിലേക്ക് ആ തറവാടിനെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും ഒന്നൊന്നായി ഓർമ്മ വന്നു. അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ഓർത്തതും അവളുടെ ഉള്ളിൽ വീണ്ടും ദേഷ്യമാണ് കയറി വന്നത്. നിങ്ങൾ ആ തറവാട്ടിലേക്ക് ഇനി തിരിച്ചു പോയാൽ പോലും ഞാൻ അങ്ങോട്ട് പോയില്ല മനുവേട്ടാ. വല്ലാത്തൊരു ഉറപ്പോടെ അമ്മാള് പറഞ്ഞതും മനു അവളെ ഒന്ന് നോക്കി.
അവൻ്റെ നോട്ടം കണ്ടതും ഒന്നുമില്ല എന്ന രീതിയിൽ അവൾ അവനെ നോക്കിയൊന്ന് കണ്ണടച്ച് കാണിച്ചു. രാത്രിയിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഉണ്ണി തിരികെ വന്നിട്ട് എല്ലാവരോടും കൂടിയിരുന്ന് സംസാരിച്ച് തറവാട്ടിൽ പോകുന്ന കാര്യത്തിന് ഒരു തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞിരിക്കുവാണ് അമ്മ. അങ്ങനെ രാത്രിയുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഹാളിൽ വന്ന് ഒരുമിച്ചിരുന്നു. എങ്കിലും ഉണ്ണി വന്ന് ഈ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അമ്മാളു ഉണ്ണിയോട് തറവാട്ടിൽ നിന്ന് അവരൊക്കെ വന്ന കാര്യവും ഉത്സവത്തിന് പോകാൻ പോകുന്ന കാര്യമൊക്കെ ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉണ്ണി അമ്മ അവനെ വിളിച്ചതും അമ്മാളുവിൻ്റെ അടുത്തിരുന്നുകൊണ്ട് ഒന്നും അറിയാത്തതുപോലെ അവൻ അമ്മയെ തലയുയർത്തി നോക്കി. ഇന്ന് വലിയമ്മാവനും വലിയമ്മയും കുട്ടികളും ഒക്കെ കൂടി ഇവിടെ വന്നിരുന്നു. തറവാട്ടിൽ നിന്നോ? ഒന്നും അറിയാത്തതുപോലെ ആദ്യമായിട്ട് കേൾക്കുന്ന മട്ടിൽ വളരെ ആശ്ചര്യത്തോടു കൂടിയായിരുന്നു ഉണ്ണി അമ്മയോട് അത് തിരികെ ചോദിച്ചത്. അവിടെ ചൂരിലിരിക്കുന്നുണ്ടുണ്ണി, ഒരെണ്ണം എടുത്ത് ഞാൻ തരും. വെറുതെ ഒന്നും അറിയാത്തതുപോലെ നീ ഓവർ എക്സ്പ്രഷൻ ഇടാൻ നിൽക്കണ്ട. ഓക്കെ. അമ്മ അവനോട് പറഞ്ഞതും ഉണ്ണിയുടെ മുഖഭാവവും ഒക്കെ കണ്ടപ്പോൾ അമ്മാള് ഉറക്കെ ചിരിച്ചുപോയി. അവളുടെ ചിരി കണ്ടതും ഉണ്ണി പിന്നിലൂടെ കൈകൊണ്ടുപോയി അവളുടെ മുടിയിൽ പിടിച്ചൊന്ന് വലിച്ചു. ആ അമ്മേ, ഉണ്ണിയാണ് എൻ്റെ മുടി പിടിച്ച് വലിക്കുന്നു. ഉണ്ണി, ഞാനൊന്നും ചെയ്തില്ല. അമ്മ അവനെ വിളിച്ചതും അവളുടെ അരികിന്ന് കുറച്ചൊന്ന് നീങ്ങിയിരുന്ന് രണ്ട് കൈയും മുന്നിലേക്ക് വെച്ച് കെട്ടിവെച്ചുകൊണ്ട് അവനൊന്നും അറിയാത്തതുപോലെ ഇരുന്നു. അപ്പോൾ അമ്മാവനും അമ്മായിയും ഒക്കെ ഇവിടെ വന്ന് തറവാട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അതിനുള്ള തീരുമാനം എന്താണെന്ന് എല്ലാവരും കൂടി ആലോചിച്ചിട്ട് പറയാമെന്ന് കരുതി. ഇതിലിപ്പോൾ കൂടുതൽ ആലോചിക്കാൻ എന്തായിരിക്കുന്നത്? ഞാൻ വരില്ല. ഓഫ് കോഴ്സ് എൻ്റെ ഏട്ടനും വരാൻ പോകുന്നില്ല. ഉണ്ണി പറഞ്ഞതും അമ്മ രണ്ടുപേരെയും മാറി മാറി നോക്കി. അമ്മാളും ഇതിലൊന്നും ഇടപെടാതെ അവർ പറയുന്നത് കേട്ടിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് അവിടേക്ക് പോകാതിരിക്കാനാവില്ല. ഏട്ടൻ ഇവിടെ വരെ വന്ന് വിളിച്ച സ്ഥിതിക്ക് പോകാതിരിക്കുന്നത് എൻ്റെ മര്യാദയല്ല. അമ്മയ്ക്ക് പോകാം, അത് അമ്മയുടെ തീരുമാനം. ഇന്ന് വരെ അമ്മ അമ്മയുടെ തറവാട്ടിലേക്ക് പോകുന്നതിന് ഞങ്ങൾ രണ്ടുപേരും എതിർത്ത് നിന്നിട്ടില്ലല്ലോ. അമ്മയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തടയില്ലല്ലോ. അമ്മയ്ക്ക് പോകാം. ഉണ്ണി തന്നെയാണ് അതിനും മറുപടി കൊടുത്തത്. പക്ഷേ അമ്മയുടെ നോട്ടം മനുവിലേക്കായിരുന്നു. അങ്ങനെയല്ല ഉണ്ണി, കഴിഞ്ഞ 30 വർഷം അടുത്തായിട്ട് ഈ ഉത്സവം മുടങ്ങിക്കിടക്കുമായിരുന്നു. അതിൻ്റെ ചില അനർത്ഥങ്ങളും ദോഷങ്ങളും തറവാട്ടിൽ കാണാനുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഈ വർഷം മുതൽ എല്ലാ ചടങ്ങുകളും പൂജാകൃത്യങ്ങളോടും കൂടി ഈ ഉത്സവം നടത്തുന്നത്. അതുകൊണ്ട് ഈ ഉത്സവം ശരിയായ രീതിയിൽ നടത്തണമെന്നുണ്ടെങ്കിൽ വീട്ടിലെ എല്ലാവരും പങ്കെടുത്തിരിക്കണം. തറവാട്ടിലേക്ക് വന്നില്ലെങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും ഉത്സവത്തിൽ പങ്കെടുക്കണം. ബുദ്ധിമുട്ടായിരിക്കും അമ്മേ. പെട്ടെന്ന് ഉണ്ണി അങ്ങനെ പറഞ്ഞതും അമ്മാളും അവൻ്റെ മുഖത്തേക്ക് നോക്കി. സാധാരണ തന്നോട് സംസാരിക്കുമ്പോഴുള്ള കുറുമ്പോ കുസൃതിയോ ഒന്നും അവൻ്റെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും ഇല്ല. തീർത്തും ഗൗരവം മാത്രമാണ്. ഒരു നിമിഷം ശരിക്കും മനു സംസാരിക്കുന്നത് പോലെ തന്നെ തോന്നി അവൾക്ക്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഉണ്ണി. എന്ത് തിരക്കായാലും ഈ 7 ദിവസവും വൈകിട്ട് അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ചടങ്ങുകൾക്കും പൂജകൾക്കും നിങ്ങൾ 3 പേരും ഉണ്ടായിരിക്കണം. അമ്മ തീർത്തു പറഞ്ഞതും ഉണ്ണി മനുവിനെയാണ് നോക്കിയത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊക്കെ ദേവനിലയത്തിൽ നിന്നോളാം. തറവാട്ടിലേക്ക് ഞങ്ങൾ എന്തായാലും വരില്ല. അമ്പലത്തിലെ ചടങ്ങുകൾക്കെല്ലാം ഞങ്ങൾ കൃത്യസമയത്ത് തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എത്തുകയും ചെയ്തോളാം. മനു അങ്ങനെയൊരു കാര്യം മുന്നോട്ട് വെച്ചതും ഉണ്ണിയും അതിലെതിർപ്പൊന്നും പറഞ്ഞില്ല. അമ്മാളും ഇതെല്ലാം കേട്ട് നിൽക്കുന്നുണ്ട്. എങ്കിലും ഇവർ പറയുന്നതൊന്നും അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്തായാലും മനു എന്താണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചറിഞ്ഞതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്ന് അവളും കരുതി. അങ്ങനെ ആ സംസാരം അവിടെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കിടക്കാനായി മുറികളിലേക്ക് പോയി. പക്ഷേ അമ്മാളുവിൻ്റെ ഉള്ളിൽ അപ്പോഴും ഒരുപാട് സംശയങ്ങൾ ബാക്കിയായിരുന്നു. അവൾക്കൊക്കെ കൂടി കൂട്ടി വായിച്ചിട്ടും ഒന്നും മനസ്സിലാവാത്തതുപോലെ തോന്നി. താഴത്തെ സംസാരം കഴിഞ്ഞപ്പോൾ തന്നെ മനു ആദ്യം തന്നെ അകത്തേക്ക് കയറി വന്നിട്ടുണ്ട്. അമ്മാളും അവൻ്റെ പിന്നിലായിട്ടാണ് വന്നത്. അകത്തേക്ക് കയറിയപ്പോൾ തന്നെ അവൾ അവനെ വിളിച്ചു. മനുവേട്ടാ. എന്താ? അപ്പോൾ അമ്മ തറവാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിൽക്കുമെന്നാ പറഞ്ഞത്? നിൻ്റെ വീടിനും അമ്മയുടെ തറവാടിനും നടുക്കായിട്ടൊരു സ്ഥലമില്ലേ, ഞാനക്കോട്. അവിടെ ഞങ്ങൾക്കൊരു വീടുണ്ട്. അത് കേട്ടതും അമ്മാളും അവനെ ആണോന്ന രീതിയിൽ മിഴിച്ചു നോക്കി. അതിന് അവൻ അവളെ നോക്കി അതേന്ന രീതിയിൽ തലയാട്ടി. ആ വീടിൻ്റെ പേരാണ് ദേവനിലയം. യൂഷ്വലി ഐ ലൈക്ക് ടു സ്റ്റേ ദർ. ഇറ്റ്സ് ജസ്റ്റ് എ ഹൗസ് വിത്ത് ട്രഡീഷണൽ ആംബിയൻസ്. മനു പറഞ്ഞതും അമ്മാള് വീണ്ടും ആണോന്ന രീതിയിൽ അവനെ സംശയത്തോടെ നോക്കുവാണ്. ഹോസ്പിറ്റലിൽ ജോലി നിർത്തിയതിന് ശേഷം ഞാൻ വാങ്ങിയതാണ് ആ വീട്. ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ബാക്ക് വരെ ഞാൻ അവിടെ തന്നെ ആയിരുന്നു. അവൾക്ക് അതൊക്കെ പുതിയ അറിവുകളായിരുന്നു. നിനക്കിനി അമ്മയുടെ കൂടെ തറവാട്ടിലേക്ക് പോകണോ? ഞാൻ പോവില്ല. ഇനിയെങ്ങാനും മനുവേട്ടൻ തറവാട്ടിൽ നിൽക്കാൻ തീരുമാനിക്കുവാണെങ്കിൽ തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവും. അമ്മാള് തൻ്റെ തീരുമാനം അവനോട് തുറന്നു പറഞ്ഞു. അത് കേട്ടതും മനു അവളെ ഒന്ന് ഇരുത്തി നോക്കി. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ. ബൈ.